കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യം എയിംസ് ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹം അനുഭാവപൂർണമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികച്ചതായതുകൊണ്ട് ആവാം മുൻപ് ആ ഒരു മുൻഗണന കേരളത്തിന് കിട്ടാതെ പോയത് എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിന് എയിംസ് നൽകുന്ന കാര്യത്തിൽ അതിലൊരു അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗവേഷണം നടത്തുന്നതിന് സാധ്യമായിട്ടുള്ളൊരു എയിംസ് എന്നുള്ള നിലയിൽ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയുഷിൻ്റെ ബ്ലോക്ക് ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ എയിംസിന് നൽകപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും അത് പരിഗണിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വർഷത്തെ ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള നന്ദി അറിയിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള തുക അത് സംബന്ധിച്ചും അത് ലഭിക്കുന്നത് സംബന്ധിച്ച ആവശ്യവും ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഫീൽഡ് തല ആക്ടിവിറ്റിയൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതിലും കമ്മിറ്റഡ് ലയബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അത് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകുകയുണ്ടായി. അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രത്യേകിച്ച് നമുക്ക് ഈ നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ഫീൽഡ് ലെവൽ ആക്ടിവിറ്റിക്ക് നല്ല പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതുകൂടാതെ മറ്റ് നമ്മുടെ ആശമാരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് ഉന്നയിച്ചു. അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ BPL എന്ന് കേന്ദ്രം കണക്കാക്കുന്നത് 23.5 ലക്ഷം കുടുംബങ്ങളാണ്. വാസ്തവത്തിൽ നമുക്കതിൽ കൂടുതൽ ആ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ നിലയിൽ ഒരു കേന്ദ്രത്തിൻ്റെ ഒരു പ്രീമിയം അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അവരെ കൂടി കൂടുതൽ ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി, കൂടുതൽ ആളുകളെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അത് കേന്ദ്രം അതിലൊന്ന് കാര്യം അതിലൊരു പ്രവർത്തിക്കുന്നുണ്ട്, അതിലൊന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും പറയുകയുണ്ടായി. നീതി ആയോഗിൻ്റെ ഡോക്ടർ VK പോളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ വന്നു. അതിൽ പ്രധാനമായിട്ടും ഈ ചൈൽഡ് കെയർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അപൂർവ രോഗങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം SIT ആണ് അതിനു വേണ്ടിയിട്ടുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കേന്ദ്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജ്യത്ത് 10 സ്ഥാപനങ്ങളാണ്. അതിൽ 2022 അവസാനമാണ് SIT തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പല രോഗങ്ങളും ഇപ്പോഴും അതിൻ്റെ ഒരു കവറേജിനുള്ളിൽ വരുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞു. അതോടൊപ്പം ട്രോമ കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് അപകടങ്ങളുണ്ടായി അടിയന്തരമായിട്ട് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഈ ലെവൽ 3 ലാബിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഉറപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു? കോഴിക്കോട് അത് ഞാൻ ആദ്യമായിട്ട് മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യം ഡൽഹിയിൽ വന്നത് തന്നെ എനിക്ക് BSL ലെവൽ 3 ലാബിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി അത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ പ്ലാനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനേകം പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം മന്ത്രിയായി ഡൽഹിയിൽ വരുന്നത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് ആ ഒരു ഇടപെടൽ ഫലം കണ്ടു. അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ സിവിൽ സ്ട്രക്ചർ പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. സെൻട്രൽ PWD ആണത് അതിൻ്റെ വർക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ആ കോൺട്രാക്ടർ ഒരാളെ ടെർമിനേറ്റ് ചെയ്ത് മറ്റൊരാളെ എന്നുള്ള നിലയിലാണ് അത് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ച് എക്യുപ്മെൻറ്റ്സ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത BSL ലെവൽ 3 ലാബ് അത് സജ്ജമാകും.